ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് എന്താണ് നിങ്ങൾ അറിയേണ്ടതെന്ന് നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് ടാറോ നിങ്ങൾക്ക് തരുന്നത് എന്ന് നോക്കാം. യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല, കളക്റ്റീവ് റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ടൈംലെസ് റീഡിങ്ങും ജനറൽലെസ് റീഡിംഗ് കൂടിയാണ് കേട്ടോ. ഓക്കെ, എപ്പോഴാണ് കാണുന്നത് അപ്പോൾ മുതലായിരിക്കും ഇത് വാലിഡ് ആവുക. ഓക്കെ, കാർഡുകൾ ഷഫിൾ ചെയ്യാണ്. ബി പോസിറ്റീവ്. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. കാർഡുകൾ നോക്കാം. ഹീൽ ഓഫ് ഫോർച്യൂൺ ആണല്ലോ. 3 ഓഫ് വാൻഡ്സ്, ജഡ്ജ്മെൻ്റ് ആണ്. Six of Cups, 7 of Cups, World card. ഓക്കെ, ബോട്ടം ഡക്ക് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ വീൽ ഓഫ് ഫോർച്യൂൺ, 3 ഓഫ് വാൻഡ്സ്, ജഡ്ജ്മെൻറ്റ്, 6 ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്, വേൾഡ് കാർഡാണ്. പിന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം ഡക്കായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് പറയുന്നത്. കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് കറങ്ങുന്നതായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ. ലക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പണം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. അത് ചിലപ്പോൾ ഒരു ചിട്ടിയുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ഒരു ഭാഗ്യക്കുറി, ചിലപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ ആവാം. അപ്പോൾ എന്താണോ നിങ്ങൾ നല്ല ചെയ്തിട്ടുള്ള കാര്യം അതിന് ഉള്ള ഫലം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നു. ഒരു കർമ്മ സൈക്കിൾ എൻഡാവുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നിങ്ങളെ ഇതുവരെ മാനിക്കാത്ത വ്യക്തികൾ നിങ്ങളെ ബഹുമാനിക്കുന്നു. അതുപോലെ നിങ്ങളുടെ വാക്കുകൾക്ക് വില നൽകാത്ത ഇടങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നുള്ളത് കൂടിയാണ്. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നൊരു തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, പിന്നെ ചിലർക്കൊക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റും സംഭവിക്കാം കേട്ടോ. അപ്പോൾ എന്താണോ നിങ്ങൾ ചെയ്തത്, നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വിധിയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് ഇവിടെ പറയുന്നത്. ഓക്കെ, പെട്ടെന്നായിരിക്കും ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മാറ്റമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ ബിസിനസ് ആയാലും ഒരു സംരംഭമായാലും അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങൾ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടുകൊണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ ഒരു പാഷൻ കണ്ടെത്തി അതിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. ചിലർക്കൊക്കെ വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരാനുള്ള ഒരു അവസരം, അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറുമൊത്ത് നിങ്ങൾ നല്ല രീതിയിലുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് അതിലേക്കുള്ള പ്ലാനിങ് തയ്യാറാക്കുന്ന തരത്തിലുള്ള ഒരു എനർജി നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ കൂടെയുമായിരിക്കാം. നല്ല രീതിയിൽ ആ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് എല്ലാ തരത്തിലും ഒരു എക്സ്പാൻഷൻ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ് ആണ് നിങ്ങൾ തയ്യാറാക്കുന്നത്. എന്ത് റിസ്ക് വന്നാലും നിങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ നിങ്ങളുടെ വിജയം മാത്രമാണ് എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വ്യക്തി ആ ഒരു വിജയത്തിലേക്കാണ് നോക്കിയിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഒരു ഫോർസൈറ്റോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടും ആണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ചില കോഴ്സ് നിങ്ങൾക്ക് ഒരു കോഴ്സ് കൂടുതലായിട്ട് പഠിക്കാനുള്ള അവസരത്തിന് വേണ്ടി നിങ്ങൾ പോകുന്നതുമായിരിക്കാനുള്ള ഒരു എനർജി കൂടി ഇവിടെ പറയുന്നുണ്ട്. അടുത്ത ജഡ്ജ്മെൻറ്റ് കാർഡാണ്.
നിങ്ങളിലേക്ക് ഒരു അവേക്കനിങ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു റീബർത്ത് കൂടിയാണ് വരുന്നത്. നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറി പുതിയൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരികയാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും പഠിച്ചിട്ട് അതിൻ്റെ നല്ലൊരു വേർഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ചിലർക്കൊക്കെ കോടതി കേസുകളും അതിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ലഭിക്കുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറോട് ആയാലും നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് പുതിയ കാര്യത്തിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ്. ചിലർക്കൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് വരാനുള്ള ഇതുകൊണ്ട് ചിലപ്പോൾ ഒരു അവസരമായിരിക്കാം നിങ്ങൾക്ക് ഒരു അനൗൺസ്മെൻ്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ തോന്നുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി, അതുപോലെ ചിലരെ കുറ്റം പറയാനുള്ള മറ്റ് വ്യക്തികളോട് ചിലരുടെ കുറ്റം പറഞ്ഞ് നടക്കാനുള്ള ഒരു എനർജി കൂടി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനും കൂടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇന്ന് വളരെയധികം നൊസ്റ്റാൾജിക് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതായത് പാസ്റ്റിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷനുമായിട്ട് വരുന്നൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ചിലർക്കൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യത കൂടിയുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതോ കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ കൂടെ കളിച്ച് നടന്നതോ ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് കണ്ടുമുട്ടുന്നതും അവരുമായിട്ട് ഒത്തൊരുമിച്ച് നിങ്ങൾ സന്തോഷമുള്ള സമയം പങ്കിടുകയും പഴയകാല ഓർമ്മകൾ അയവിറക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ വളരെയധികം ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും എല്ലാത്തിനെയും ഒരു എൻജോയ്മെൻറ്റ് മൂഡിൽ കാണുന്നതായിട്ടും വളരെയധികം ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഒരു ചൈൽഡിൻ്റെ എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആർക്കൊക്കെയോ ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പം എന്താണ് ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നാൽ നമുക്കും അറിയാമല്ലോ എന്താ ഗിഫ്റ്റ് കിട്ടിയെന്ന്. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റ് കിട്ടാനുള്ളൊരു ഇതൊക്കെ ഉണ്ട് വരുന്നത്, നോക്കാലോ. ഓക്കെ, അതുപോലെ നിങ്ങൾ പരസ്പരം നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു പാർട്ട്ണർ വരുന്നതുമായിരിക്കാം, നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു എനർജി കൂടി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് 7 ഓഫ് കപ്സ് ആണ്. ഇന്ന് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉണ്ടാവും, ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ഏത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഉള്ള നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന് ഇടപെടേണ്ടതായിട്ടുള്ള ഒരു എനർജി. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പർച്ചേസിങ്ങുകളും കാര്യങ്ങളും നടത്താനുണ്ടാവുമായിരിക്കാം. അതുപോലെ ഒരുപാട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു എനർജി, കല്യാണങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലായിരിക്കാം, ഹൗസ് വാമിങ്ങിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല പാർട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജി. ചിലർക്കൊക്കെ ബാങ്കുകളിലും മറ്റും പോകാനുള്ളൊരു എനർജി, സ്വർണം വാങ്ങുന്നതായിട്ടുള്ള എനർജി, കല്യാണത്തിനായിരിക്കാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾ സ്വർണം വാങ്ങുന്നതായിട്ടുള്ള എനർജി. അതുപോലെ തന്നെ സ്വർണം പണയം വെക്കുന്നതായിട്ടുള്ള ഒരു എനർജി, പണയം വെച്ച് തിരിച്ചെടുക്കുന്നതായിട്ടുള്ള ഒരു എനർജി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലർക്കൊക്കെ പുതിയ വീട് നോക്കുന്നതും അതുപോലെ തന്നെ അതിന് വേണ്ടിയുള്ള പുതിയ വീട്ടിലേക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള എനർജി. ചിലർക്കൊക്കെ സ്പിരിച്വലി ഒരു ഇല്യൂഷൻ നിങ്ങളിലേക്ക് തോന്നുന്നതായിട്ടും എന്താണ് നടക്കുന്നതെന്നും ഒരു വ്യക്തത നിങ്ങളിലേക്ക് ഇല്ലാത്ത രീതിയിൽ ഒരു ഇല്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ദിവാസ്വപ്നം കണ്ട് നടക്കുന്നതായിട്ടും, ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, എങ്കിലും അതിനൊന്നും ഇത് കൊടുക്കാതെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജി ആയിരിക്കും. അങ്ങനെയുള്ള ഒരു എനർജിയും ഇവിടെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് 7 ഓഫ് കപ്സിൻ്റെ എനർജി. അപ്പോൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം, എങ്കിൽ മാത്രമാണല്ലേ അറിയാൻ സാധിക്കുക അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ എനർജി. നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കുക, ലക്ഷൂറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ഇതും കൂടിയുണ്ട് കേട്ടോ. ഒരുപാട് പണം സാധനങ്ങൾ വാങ്ങാൻ നിങ്ങൾ ചിലവഴിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യുക, വെറുതെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് പൈസ കളയാതിരിക്കുക. പിന്നെ ഒരുപാട് സമയം നിങ്ങൾ ചിലപ്പോൾ ഈ ഓൺലൈൻ പർച്ചേസിങ്ങിനൊക്കെ ചിലവഴിക്കുന്നതായിട്ടുള്ള ഒരു എനർജി, അതൊരു നെഗറ്റീവ് തരത്തിൽ നിങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് വേൾഡ് കാർഡാണ്. നിങ്ങളിലേക്ക് ഒരു കംപ്ലീഷനാണ് വരുന്നത്, ഒരു സൈക്കിളിൻ്റെ കംപ്ലീഷൻ നിങ്ങളിലേക്ക് വരുന്ന, ഒരു പൂർണ്ണത വരുന്ന, ഒരു ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്.
ഒരു കർമ്മ റിലീസിങ് കൂടിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് സെലിബ്രേഷൻസ് പങ്കെടുക്കുന്നുണ്ടാവും. ആ ഒരു സെലിബ്രേഷനിൽ നിങ്ങൾ വളരെയധികം അംഗീകരിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു എനർജി, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന തരത്തിലുള്ള എനർജി, നിങ്ങൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവുന്ന തരത്തിലുള്ള ഒരു എനർജി, എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്ന തരത്തിൽ നിങ്ങൾ ഒരുങ്ങി പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം അഭിമാനം കൊണ്ട് നിൽക്കുന്നതായിരിക്കാം. ഇതിപ്പോൾ ലേഡീസ് മാത്രമല്ല കേട്ടോ, ജെൻസിന് നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടൊക്കെ പോവാലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ചെയ്യണം, എല്ലാവരും എന്താ എന്നിങ്ങനെ നോക്കുന്നത്. ആ ഒരു രീതിയിൽ ഒരു ഡാൻസിങ് ഗേളിനെ പോലെ അല്ലെങ്കിൽ ഒരു ഡാൻസിങ് മാനിനെ പോലെ നിങ്ങൾ ഇങ്ങനെ നടക്കുന്ന, ഡാൻസിങ് ഗേൾ പറയുമ്പോൾ ബോയ് ആണല്ലേ, അപ്പോൾ ബോയിനെ പോലെ നിങ്ങൾ നടക്കുന്നതായിരിക്കാം. എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നു. എന്താ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്, നോക്കി നിൽക്കുന്ന ഒരു എനർജിയും കൂടി ഇവിടെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ വേൾഡ് കാർഡ്. ചിലപ്പോൾ ഒരു കർമ്മ റിലീസിങ് കൂടിയാണ് കേട്ടോ, പറഞ്ഞല്ലോ കർമ്മ റിലീസിങ് കൂടിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണതയുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ്. അതായത് മറ്റുള്ള റിലേഷൻഷിപ്പിൽ കിട്ടാത്ത തരത്തിലുള്ളൊരു ഫീലിംഗ് നിങ്ങളിലേക്ക് വരുന്നു. ഒരു കംഫർട്ട് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഫീലിംഗ് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി പെരുമാറുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്നു. വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രാവലിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു ട്രാവൽ ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന ഒരു എനർജി കൂടിയാണ്. നിങ്ങൾക്ക് വളരെയധികം ഒരു എൻജോയ്മെൻറ്റും സാറ്റിസ്ഫാക്ഷനും ഒക്കെ തോന്നുന്നുണ്ടാവാം. അങ്ങനെ ഒരു എനർജി കൂടിയാണ് ഇവിടെ വേൾഡ് കാർഡ് പറയുന്നത്. ചിലപ്പോൾ ട്രാവൽ ചെയ്ത് വരുന്ന തരത്തിലുള്ള ഒരു എനർജി ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ചിലരൊക്കെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നവർ, ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചൊരു കോഴ്സ് ചെയ്യാൻ പുറത്തേക്ക് പോകുന്നതുമായിരിക്കാം. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ 6 ഓഫ് കപ്സിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു എക്സ് വരുന്നതുമായിരിക്കാം കേട്ടോ. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം ഡെക്കായി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്കൊരു പണം വരുന്നു എന്നുള്ളത് തന്നെയാണ്, നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും ഉള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക്, അതായത് ഒരുപാട് നാളായിട്ട് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് ഒരു ചിട്ടി കിട്ടുന്നത് തന്നെയായിരിക്കാം. മേ ബി കുറേ നാളായിട്ട് നിങ്ങൾ കൂട്ടി വെച്ചിട്ടുള്ള പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള പണം കൊണ്ട് നിങ്ങൾക്ക് ഒരു കാറോ സ്ഥലമോ അല്ലെങ്കിൽ സ്വർണമോ വീടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു പണം എടുക്കുന്ന തരത്തിലുള്ളൊരു എനർജി, അതിനെ നീക്കി വെക്കുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അങ്ങനൊരു ഇത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നത്. ചിലപ്പോൾ ചിലർക്കൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അത് പതുക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, എങ്കിലും നിങ്ങളിലേക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള പണം നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കിൻ്റെ ഒരു പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, വളരെ നല്ലൊരു റീഡിംഗ് ആണ് ഇന്ന് കേട്ടോ. എല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇവിടെയാണ് ചിലപ്പോൾ ഒരു കുറ്റം പറയാനുള്ള ഒരു സാധ്യത, നിങ്ങളുടെ പാർട്ട്ണറൊക്കെ കുറ്റം പറയാനുള്ള ഒരു ടെൻഡൻസി നിങ്ങളിലേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ഇവിടെ നിങ്ങൾ ടൈം കുറച്ചധികം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ വളരെ നല്ല കാർഡുകളാണ്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി എടുക്കാതെ അടിക്കൂല കേട്ടോ. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം എന്തായാലും അനുകൂലമായിട്ട് വരുന്നു, പണം വരുന്നു. അതുപോലെ തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ സെലിബ്രേഷൻ, പുതിയ പ്രപ്പോസൽ, നിങ്ങളുടെ ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒരുപാട് നല്ല എനർജീസാണ് ഇവിടെയുള്ളത്. എല്ലാ പോസിറ്റീവ്സും നിങ്ങൾക്ക് ലഭിക്കട്ടെ. അപ്പോൾ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, എന്തോ ഇന്ന് അത്ര ഗുഡ് ഫീലിംഗ് തോന്നുന്നില്ല. ഇവിടെ നല്ല എനർജിയാണ്, എനിക്കാണ് പറയുന്നത്. കാരണം ശബ്ദം ഒരുപാട് ഇതാവുമ്പോൾ സംസാരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.
ഓക്കെ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ചേച്ചിന്ന് വിളിക്കണോ മാഡം എന്ന് വിളിക്കണോ എന്നുള്ളത്. നല്ല ഇഷ്ടമാണ് എന്താണെന്ന് വിളിക്കേണ്ടതെന്നുള്ളത്, ചേച്ചിയോ മാഡമോ. അപ്പോൾ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഏഞ്ചൽസിനോട് എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ച് നല്ലതായിട്ടുള്ള, അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് വരാനുണ്ട് എന്നുള്ളതാണ്. എന്താണ് വരാനുള്ളത്? അതുപോലെ തന്നെ ഇഫ് യു ബിലീവ് എന്നും പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ വിശ്വാസം പോലെ ഇരിക്കും നിങ്ങളിലേക്ക് വരുന്ന കാര്യം. നിങ്ങൾ എന്താണോ ഏഞ്ചൽസിനോട് ചോദിച്ചിട്ടുള്ളത് നോക്കാം. ഒരു കാർഡും കൂടി എടുത്ത് നോക്കാം. ഹെൽപ്ഫുൾ പീപ്പിൾ. അപ്പോൾ ഒരുപാട് പേര് ഒരു ഹെൽപ്പിനായിട്ട് നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ അവരോട് അതായത് നിങ്ങളുടെ വർക്ക് പ്ലേസിലായാലും ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാർ. നിങ്ങളുടെ ആ ഒരു സർക്കിൾ നിങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരിലേക്കും കൂടി നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. ഹെൽപ്ഫുള്ളായിട്ടുള്ള പീപ്പിൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കുക, അവരുമായിട്ട് കൂടുതൽ ഇടപഴകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവരിൽ നിന്നും ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. ഫോർഗീവ്നെസ് പറയുന്നുണ്ട്. അപ്പോൾ ഫോർഗീവ് ചെയ്യുന്നവരൊക്കെ ഫോർഗീവ് ചെയ്തിടുമെങ്കിലാണ് നിങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും ലഭിക്കുന്നത്. യെസ്, ഇവിടെ ഒരു ഫോർഗീവ്നെസ് ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഫോർഗീവ് ചെയ്യേണ്ടവരോടൊക്കെ നിങ്ങൾ ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ. അടുത്തത് ലവ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ലവ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത്? സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് റൊമാൻസ് ഇൻ ടു യുവർ ലൈഫ്. പോസിറ്റീവായി ചിന്തിക്കുക, അത് തന്നെയാണ് എപ്പോഴും പറയുന്നത്. പോസിറ്റീവായി ചിന്തിച്ചാൽ അതുപോലെ തന്നെ നിങ്ങളൊരു വിശ്വാസം എല്ലാത്തിലും കൊണ്ടുവരിക, എങ്കിലാണ് നിങ്ങളിലേക്ക് റൊമാൻസ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. പോസിറ്റീവായിട്ട് ചിന്തിക്കൂ, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കൂ, ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കൂ. ദേ വീണ്ടും ബി ഒപ്റ്റിമിസ്റ്റിക് എന്നാണ് എന്നെ വന്നിരിക്കുന്നത്. കീപ് ഇൻ മൈൻഡ് ദാറ്റ് യു ക്രിയേറ്റ് യുവർ റിയാലിറ്റി. യു കാൻ അട്രാക്ട് ലവ് വിത്ത് എ നെഗറ്റീവ് മൈൻഡ് സെറ്റ്. ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹത്തെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാനും അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം റിയാലിറ്റിയിലിരിക്കാനുമാണ് പറയുന്നത്. ഓക്കെ. എങ്കിൽ മാത്രമാണ്, നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഒരിക്കലും വെക്കരുത്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാനാണ് പറയുന്നത്. എന്നാലേ നല്ല ലവിനൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പേഷ്യൻസ്. അടുത്ത പേഷ്യൻസ് ആണ്. സംതിങ് സ്റ്റിൽ നീഡ് ടു ബി ഡെൽറ്റ് വിത്ത് ഫോർ ദിസ് കണക്ഷൻ ടു മാനിഫെസ്റ്റ്. ഓക്കെ. നിങ്ങളോട് ക്ഷമയോടുകൂടി ഇരിക്കാനാണ് പറയുന്നത്. ഇപ്പോഴും എന്താണ്, ഈ ഒരു നിങ്ങളിലേക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി പേഷ്യൻസ് കാണിക്കണം എന്നാണ് പറയുന്നത്. അത് എങ്കിൽ മാത്രമാണ് വർക്കാവുന്നത് എന്നാണ് പറയുന്നത്. ഡിസെപ്ഷൻ. സംവൺ ഈസ് വിയറിങ് എ മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആരോ ഒരു മാസ്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്, യഥാർത്ഥ മുഖത്തിലല്ല, ഒരു പൊയ്മുഖത്തിലാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ആണോ? പൊയ്മുഖം വെക്കുന്നുണ്ടോ എന്ന് നോക്കൂ. ആരാന്നറിയില്ല, സമ്പൺ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ലവ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ്. അപ്പോൾ ഇതിലെ എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾക്ക് നല്ല അബണ്ടൻസ് ഒക്കെ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സ് അത് തീർച്ചയായിട്ടും കൊണ്ടുതരും. അതിന് പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ കാര്യത്തിലും, റിലേഷൻഷിപ്പിലായാലും എല്ലാത്തിലും നല്ല കാര്യം തന്നെ സംഭവിക്കട്ടെ. പോസിറ്റീവായിട്ട് ഇരിക്കൂ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ പോസിറ്റീവ്സിനും അതുപോലെ തന്നെ എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും നന്ദി. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് അവിടെ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. വ്യൂവേഴ്സിനൊക്കെ നന്ദി. അതുപോലെ തന്നെ അടുത്ത നല്ലൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും പോസിറ്റീവായിരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.